വാർത്തകൾ വിശദമായി. BBC-ക്കെതിരെ വീണ്ടും അനിൽ ആന്റണി രംഗത്ത്. കാശ്മീരില്ലാത്ത ഇന്ത്യയുടെ ഭൂപടം BBC പലതവണ നൽകി. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തെന്നും അനിലിന്റെ ട്വീറ്റ്. വിവരങ്ങളുമായി ഭദ്ര ചേരുന്നു. ഭദ്ര, ഏതൊക്കെ രീതിയിലാണ് BBC-യെ അനിൽ ആന്റണി കുറ്റപ്പെടുത്തുന്നത്? വിജി, BBC-യുടെ വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മറ്റൊരു ട്വീറ്റുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2020-ൽ പുറത്തിറക്കിയ 2 വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു BBC-ക്കെതിരെ അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം പുറത്തിറക്കിക്കൊണ്ടുള്ള വാർത്തകൾ BBC പുറത്തിറക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും രണ്ടാമത്തേത് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുമാണ്. ഇത്തരത്തിലുള്ള 2 വാർത്തകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ട്വീറ്റ്. മാത്രമല്ല, ഇന്ത്യയുടെ പരമാധികാരത്തെ പലതവണ ചോദ്യം ചെയ്ത മാധ്യമം കൂടിയാണ് BBC എന്ന തരത്തിലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വാദം BBC ഒരു സ്വതന്ത്ര മാധ്യമമാണ് എന്നുള്ളതായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജയറാം രമേശ് അടക്കമുള്ള ആളുകളെ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BBC-ക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്ന സമയത്ത് അനിൽ ആന്റണിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ജയറാം രമേശ് അടക്കം രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാം പേര് ടാഗ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ ട്വീറ്റുമായിട്ട് അനിൽ ആന്റണി രംഗത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പുതിയ ട്വീറ്റിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു ട്വീറ്റുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഫിജി, ഭദ്ര, അതോടൊപ്പം തന്നെ ഭദ്ര പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്ന ഒരു മറുപടി എന്ന കണക്കിലും ഇത് വായിച്ചെടുത്തുകൂടെ? തീർച്ചയായിട്ടും അതാണ് ഫിജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് BBC ഒരു സ്വതന്ത്ര മാധ്യമമാണ്, അതുകൊണ്ട് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കാൻ തടസ്സമില്ല എന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ജയറാം രമേശിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രതികരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു ട്വീറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലതവണ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു മാധ്യമമാണ് BBC എന്നായിരുന്നു അനിൽ ആന്റണി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കോൺഗ്രസിനെതിരെയും അദ്ദേഹം ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. കോൺഗ്രസിനെ ഇപ്പോൾ ജയറാം രമേശിന്റെ പേരടക്കം ഈ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പുതിയ ട്വീറ്റുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഫിജി, ശരി ഭദ്ര.